ഹായ്, ഐ ആം നിസ്സി. ഇതെൻ്റെ അമനു. ആൻഡ് ഇതെൻ്റെ എവിടെ അവള് ഇപ്പോൾ വരൂ കേട്ടോ. ഇതെൻ്റെ അലനു. ഇവരെ കാണാൻ ഒരുപോലെ അല്ലേ? കാരണം ഒരു ട്വിൻസാ. ഇത് ഞങ്ങളെല്ലാവരും കൂടി ഇവർക്ക് +2 പഠിക്കുമ്പോൾ കൊടുത്ത ഗിഫ്റ്റാണ്. ഞാൻ നോക്കണ ടൈമിൽ റൂമിൻ്റെ വെളിയിലിരിക്കുകയായിരുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞത് റൂം ക്ലീൻ ചെയ്യുമ്പോൾ പുറത്ത് വെച്ചു എന്നാ. ആർക്കറിയാം സത്യാവസ്ഥ. ഈ നീലക്കുപ്പ ഇട്ടിട്ട് നിൽക്കണത് എൻ്റെ ശ്രീ. ഇവരൊക്കെ എൻ്റെ +2 ഫ്രണ്ട്സാണ്. ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. അതാണ് ഞങ്ങളുടെ കുഞ്ചുമോള്. അവൾ നാട്ടിലില്ലാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ 2 പേരുടെയും ബർത്ത്ഡേ ആയിരുന്നു. ഞാനും ശ്രീയും കൂടി പോയി സർപ്രൈസ് ചെയ്ത് അവർ ശരിക്കും ഞെട്ടിച്ച്. പക്ഷെ ആ ഞെട്ടുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളെപ്പോഴും വിളിക്കാറോ മെസ്സേജ് ആക്കാറോ ഒന്നുമില്ല. എപ്പോഴേലും കണ്ടാലായി. ആ കാണലിൽ ഞങ്ങളെല്ലാ വിശേഷങ്ങളും അങ്ങോട്ട് പറഞ്ഞു തീർക്കും. നമ്മൾ ഈ മൂഡ് ഓഫ് ആയിരിക്കുന്ന ടൈമിൽ ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്താൽ മതി. എല്ലാം അങ്ങോട്ട് ശരിയായിക്കോളും. എനിക്കങ്ങനെ കുറേ ഫ്രണ്ട്സൊന്നുമില്ല. ഉള്ള ആൾക്കാരെല്ലാവരും അടിപൊളിയാണ്. അമ്മനും അലനും ഇപ്പോൾ ട്രെയിനിങ് ടീച്ചേഴ്സാണ്. കുറച്ച് നാൾ കൂടിയും കഴിഞ്ഞ് എൻ്റെ പിള്ളേർ ടീച്ചേഴ്സാവും. ഇവരുടെ ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കിയേക്കുന്നത് ശ്രീയ. അവൾക്ക് കേക്ക് ബിസിനസ്സൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും കേക്ക് വേണമെങ്കിൽ അവളുടെ അടുത്ത് പറഞ്ഞാൽ മതി, ഒക്കെ സെറ്റാക്കി തരും. അവളുടെ അക്കൗണ്ട് നെയിം ഞാൻ ഇവിടെ താഴെ മെൻഷൻ ചെയ്യാം. ആവശ്യമുള്ളവർ കണക്ട് ചെയ്താൽ മതി അവളേനായിട്ട്. എനിക്ക് ശ്രീനെ മുന്നേ അറിയാം. പക്ഷെ ഇവരെ കിട്ടുന്നത് +2 പഠിക്കുമ്പോഴാണ്. ഈ കൊറോണ ഒക്കെ വന്ന് ഞങ്ങൾക്ക് +2 അല്ല കേട്ടോ, +1 ഒന്നും ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഈ ചാറ്റിംഗ് ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നേരിട്ട് കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ +2 പഠിക്കുമ്പോൾ നവംബർ മാസത്തിലാണ് ഞങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങിയത്. അന്ന് തന്നെ ഞങ്ങൾ നല്ല കമ്പനിയായി ഒരുമിച്ച് ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ വൈബായി. +2 ഞങ്ങൾ കുറേ കാണിച്ച് കൂട്ടിയതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഇരുന്ന് ചിരിക്കാറുണ്ട്. ഇവരേനെ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഭയങ്കര ജാടിയായിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷെ അടുത്തെറിഞ്ഞപ്പോഴെല്ലാം മനസ്സിലായേ ശരിക്കുള്ള സ്വഭാവം. എന്നെപ്പോലെ തന്നെ വട്ടുള്ള 2 ഞാൻ എപ്പോഴും ഇങ്ങനെ ആരെങ്കിലൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ജഡ്ജ് ചെയ്യും കാണുമ്പോൾ തന്നെ. അത് ഞാൻ അവരുടെ അടുത്ത് പറയാറുണ്ട്. പിന്നീട് ഞാനിങ്ങനെ വിചാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞാനിതുപോലെ കുറേ പേരെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. എന്നിട്ട് അവരൊക്കെ എൻ്റെ അടുത്ത് ഭയങ്കര വൈബായിട്ട് ഭയങ്കര അടിപൊളിയായിട്ടാണ് നിൽക്കാറ്. അത് പോട്ടെ, അന്ന് തുടങ്ങിയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഇതേ ഇപ്പോൾ വരെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എന്നെ ഇവരുടെ അടുത്തുനിന്ന് പിരിക്കാൻ വേണ്ടി കുറേ പേര് ശ്രമിച്ചിട്ടുണ്ട്. ആരാന്നൊന്നും ഞാൻ ഇപ്പോൾ പറയണില്ല. അതിൻ്റെ ആവശ്യം നമുക്കിപ്പോൾ ഇല്ലല്ലോ. അവർക്കറിയില്ലല്ലോ ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട്. ഈ ബോണ്ട് അങ്ങനെ കേക്കൊക്കെ മുറിച്ച് അത് കഴിച്ച് ഞാനും ശ്രീയും കൂടി അവിടെ നിന്ന് ഇറങ്ങി. അവർ ഫാമിലിയായിട്ട് ബീച്ച് കാണാനൊക്കെ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.